എന്റെ വീട് ആകെ നാശമായല്ലോ മാഷേ. നമുക്ക് ശരിയാക്കാം. ശരിയാക്കാം, പക്ഷെ താനും കൂടെ സഹായിക്കണം. ഏറ്റോ ആദ്യം നമുക്ക് ഈ വൈക്കോലൊക്കെ ഒന്ന് നേരെയാക്കാം. പിന്നെ ഞാൻ തന്നെ എടുത്ത് പൊക്കിത്തരാം, താനൊക്കെ ശരിയാക്കണം. എനിക്ക് പേടിയുണ്ടോ? ഇല്ല ഒട്ടും ഇല്ല ഇല്ല. ശരിക്കും പിടിച്ചോളൂട്ടോ. ഏറ്റടോ, താൻ ശരിയാക്കി വേഗം. അറിയോ താഴെ വല്ലം പറ്റിയോ? ഹേയ് രക്ഷിച്ചു. കാറ്റും മഴയെ മൂർച്ഛിച്ചപ്പോ പള്ളിമേടക്കകത്ത് ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന പോലെ ചെടിച്ചട്ടി മുഴുവൻ മറിഞ്ഞു വീണു. ആ ഓടും കുറെ നേരം പിളകി. ആ കാറ്റിന് ഇതിന്റെ ഗതി എന്താവുമെന്നായിരുന്നു എന്റെ പേടി. അതാ രാവിലെ ഇങ്ങോട്ട് പോകുന്നത്. എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് ഇതേ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു. അതെങ്ങനെ ആ സമയത്ത് ഇയാളോട് വന്ന് വിട്ടു? പണിക്ക് വന്നതാ. പോകാൻ തുടങ്ങുമ്പോഴാ കാറ്റുമഴയും വന്നത്. എന്താ നിന്റെ പേര്? ലൂയിസ്. അപ്പൊ ക്രിസ്ത്യാനിയാണല്ലേ? ഈ ഭാഗത്ത് വന്നിട്ട് എത്ര നാളായി? ഇന്നലെ രാവിലെ വന്നു. ഇവിടെ ആരുണ്ട്? ആരുമില്ല, അങ്ങനെ വന്ന് പെട്ടു. അപ്പൊ ഇന്നലെ വന്ന ഉടനെ ഇവിടെയാ പണിക്ക് വന്നത്? ഇവിടെ വന്നപ്പോഴാ ചോദിച്ച ഉടനെ പണി തന്നത്. ഓ, എവിടെയാ തന്റെ വീട്? കുറച്ച് അകലെയാണ് അച്ചോ. കുറച്ച് അകലെന്ന് പറഞ്ഞാൽ? കൊല്ലത്തിനടുത്ത്. കൊല്ലത്തിനടുത്ത്? ഉള്ളിലോട്ട് പോണം. ഉള്ളിലോട്ട് പോണെന്ന് പറഞ്ഞാൽ? ഉള്ളിലോട്ട് പോണെന്ന് പറഞ്ഞാൽ കുറച്ചുള്ളിലോട്ട് പോണം. ലൂയിസ് അല്ലേ? ആട്ടെ, ലൂയിസിന് എന്തൊക്കെ പണി അറിയാം? അങ്ങനെയൊന്നുമില്ല അച്ചോ, ചെയ്യാവുന്ന എന്ത് പണിയും ചെയ്യും. അപ്പോ ലൂയിസിനോട് കാര്യം ചോദിച്ചോട്ടെ. എന്റെ പൊന്നച്ചോ, ഒറ്റ ശ്വാസത്തിന് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ ശ്വാസം മുട്ടിക്കാതെ ചില പോലീസ് സ്റ്റേഷനിലെ പോലെ വയറ്റിപ്പഴപ്പിന് വേണ്ടി കൂലിപ്പണിക്ക് ഇറങ്ങിയതാണ് ചോ. വിട്ടേര്. ഞാനതൊക്കെ മറന്നു. ചോദ്യം ചോദിച്ചു തുടങ്ങിയ ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പണ്ട് സെമിനാരിയിൽ പിള്ളേരെ പഠിപ്പിച്ചുള്ള ശീലമാണ്. ഓർക്കാപ്പുറത്താണെങ്കിലും അന്നേരം ലൂയിസ് ഇവിടെ വന്നു വിട്ടത് ദൈവസഹായമായി. അല്ലേ മേരിക്കുട്ടി? അതെ. തെരേസയെ കണ്ടില്ലല്ലോ ഞാനിപ്പോ മനസ്സിൽ ആലോചിച്ചതേ ഉള്ളൂ. ചേച്ചി, ഇന്നലെ രാത്രി കാറ്റും മഴ വന്നപ്പോ സിസ്റ്റർ മടത്തി കിടന്ന് കരച്ചിലായിരുന്നു അത്രേ. ചേച്ചിയുടെ മോന്റെ കാര്യം ഓർത്തിട്ടെ. കുട്ടനേക്കാ ഇളം മനസ്സാ സിസ്റ്ററിന്. നോയിക്കുട്ടാ, അച്ഛന് സ്തുതി പറഞ്ഞില്ല. എടുക്കാൻ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്തുതി ചോദിച്ചു വാങ്ങിക്കണം അല്ലേ? മേരിക്കുട്ടി, ഞാൻ ഇറങ്ങുന്നു. ലൂയിസ്, ഇവിടുത്തെ പണിയോ കഴിഞ്ഞിട്ട് പള്ളിയിലേക്കൊന്ന് വരണം. അടുത്ത ഇന്നലത്തെ കാറ്റിന് കുറെ ഓടളകി പോയി. അതൊക്കെ ഒന്ന് നേരെയാക്കണം. പിന്നെ അല്ലറ ചില പണികളൊക്കെ ഉണ്ട്. ഞാനിതില് വരുമ്പോഴേ ഒരു വലിയ പുലി ആനയുടെ അത്രയ്ക്കുണ്ട്. ആനയുടെ അത്ര പുലിയോ? അത്രയില്ല. മനസ്സിലായി. എന്നിട്ട് എനിക്ക് എന്റെ മുന്നിൽ കണ്ണും തുറപ്പിച്ച് ഒറ്റ നിപ്പ്. ആര്, പുലിയോ? അവൻ വിചാരിച്ചു ഞാൻ പേടിക്കുന്നു. താൻ പേടിച്ചില്ലേ? എവിടുന്ന്? ഞാനൊന്ന് കണ്ണടിച്ച് കാണിക്കും. പുലി നാണിച്ചു പോയി. തിരിഞ്ഞൊരൊറ്റ ഓട്ടം. ആര്, താനോ? അയ്യോ, ഞാനല്ല, പുലി. ആള് കൊള്ളാമല്ലോ. പക്ഷേ ഉറൂസിന്റെ രാജാവ് തന്നെ. ഈ പുലിക്ക് ഞങ്ങളുടെ നാട്ടിലെ പൂച്ചെന്നാ പറയാ. ഏതായാലും താൻ എന്നെ ഇങ്ങനെ ക്രൂസ് കളിച്ച് പഠിച്ചല്ലോ. നീ തനിക്ക് ഞാനൊരു വിദ്യ കാണിച്ചുതരാം. ഇതൊരു 10 പൈസ തൊട്ടല്ലേ? സംശയമില്ലല്ലോ. ഇത് തന്റെ നെറ്റിക്ക് ഇങ്ങനെ വയ്ക്കും. ഇത് താൻ കൈ കൊണ്ട് തൊടാതെ എടുക്കണം. പറ്റുമോ? കൈ കൊണ്ട് തൊടരുത്. വെച്ചു എടുക്ക. കൈ കൊണ്ട് തൊടരുത്. താൻ ആള് കൊള്ളാമല്ലോ മാഷേ.
മാഷോ? ആ പിടിച്ചോ 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 നോക്കി പിടിച്ചോ. ആ എന്റെ അമ്മേ, എന്റെ കർത്താവേ, നീ എന്നെ കൊണ്ട് പോ. അമ്മേ, എന്റെ കർത്താവേ. ആ ഇതാ കിടക്കണം. എന്റെ കർത്താവേ, എന്തൊരു കഷ്ടം അത്. എങ്ങനെയുണ്ട് ഒരു മണി? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നിട്ടിങ്ങനെ ചിറ്റിക്കണേ? മണി ആകാശത്തോണ്ടാ കെട്ടി വെക്ക. എന്റെ അമ്മേ, ഇതിലും വേറെ നല്ല കൂലിപ്പണിക്ക് പോവാ. സൂക്ഷിച്ച്. പഴയ കമ്പിയാ, നമ്മുടെ സൗകര്യത്തിനൊന്നും നിന്നൊന്നും വരില്ല. തന്നെ ഒരുപാടൊന്നും അറിയില്ല, ചുമ്മാ ഒരു രസത്തിന്. ഏയ് രസത്തിനൊന്നും അല്ല, അസലായിട്ടുണ്ട്. ചെറുപ്പത്തിൽ ചവിട്ടർമണി ഓ, വായിക്കുമായിരുന്നു. പിന്നെ വയലും വായിക്കാനും അറിയാം. വയലിനും വായിക്കോ? ആ ഒരു മിനിറ്റ്. വയലിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപകരണം. പക്ഷെ ഞാനിതെങ്ങനെ ഉപയോഗിക്കാറില്ല. താനിതൊന്ന് വായിച്ചേ.
വെരി ഗുഡ്, വളരെ നന്നായിരിക്കുന്നു. കുറച്ചു നേരം മനസ്സുകൊണ്ട് ഞാൻ എവിടേക്കോ പോയി. സ്വയം മറക്കുന്ന ചില നിമിഷങ്ങളാ സംഗീതം കൊണ്ട് കിട്ടുന്നത്. വരൂ. അല്ല, ഈ വേലയൊക്കെ കയ്യിലിരുന്നിട്ടും താനെന്തര ഈ കൂലിപ്പണിക്ക് നടക്കുന്നത്? മ്യൂസിക് എന്തുകൊണ്ട് തനിക്കൊരു പ്രൊഫഷൻ ആക്കിക്കൂടാ? അത്രയ്ക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്കൊന്നും ഞാനതിനെപ്പറ്റി ആലോചിച്ചിട്ടുമില്ല. ഒരു അനാഥാലയത്തിലാണ് ഞാൻ വളർന്നത്. വല്ലപ്പോഴുമൊക്കെ മറ്റു കുട്ടികളോടൊപ്പം പള്ളിയിൽ കൊയർ പാടാൻ പോകുമായിരുന്നു. എന്റെ പാട്ട് കേട്ടിട്ട് ഞങ്ങളുടെ ഫാദറിന് എന്നോട് താല്പര്യം തോന്നി. അദ്ദേഹമാണ് എന്നെ സംഗീതം പഠിപ്പിച്ചത്. പിന്നീട് വളർന്നപ്പോ, അനാഥാലയം വിട്ട് വെളിയിൽ വന്നപ്പോ ജീവിതത്തിന് മുമ്പിൽ സംഗീതം മറന്നു. കുറെ കാലമായി ഒരുപാട് ചുറ്റിക്കറങ്ങി. പരിചയിച്ചൊരു തൊഴിലോ പരിചയമുള്ള ആളുകളോ എനിക്കില്ലായിരുന്നു. ഒടുവിൽ വിശന്നപ്പോ ആരോഗ്യമുള്ളതുകൊണ്ട് കൂലിപ്പണിക്കിറങ്ങി. കേട്ടോ ലൂയിസേ, തന്റെ കഥ കേട്ടതുകൊണ്ടല്ല, എനിക്കറിയില്ല, തന്നോട് എന്തോ ഒരിഷ്ടം. ഒരുപാട് കാലമായിട്ട് ഒരു അടുപ്പമുള്ളതുപോലെ. വലിയ കുഴപ്പമില്ലല്ലേ? ഏയ്, ഉഷാറായിട്ടുണ്ട്. തനിക്കിതൊന്നും പാകമാവൂന്ന് വിചാരിച്ചതല്ല. പണ്ട് സെമിനാറിൽ നിന്ന് ടൂറിന് പോയപ്പോ ഒരു തമാശയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ. എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. വെറുതെ പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ടെന്തിനാ? ഒക്കെ താൻ ഉപയോഗിച്ചോ. ഇരിക്കാം. അല്പ വൈൻ കഴിക്കല്ലേ? ഇന്ന് തന്നെ കണ്ടപ്പോ, താൻ തന്റെ കഥ പറഞ്ഞപ്പോ അറിയാതെ ഞാനിങ്ങ് എക്സൈറ്റഡ് ആയി. കഥ മുഴുവനായില്ല കേട്ടോ. ഒരിക്കൽ അനാഥാലയത്തിലെ ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഒരു സ്ത്രീ വന്നു. പട്ടുസാരി ഉടുത്ത, മുടി ബോബ് ചെയ്ത ഒരു സൊസൈറ്റി ലേഡി. അന്ന് സ്റ്റേജിൽ ഞാൻ വയലിൻ വായിച്ചുകൊണ്ടിരുന്നപ്പോ തൊട്ട് മുമ്പിലിരുന്ന് അവരെന്നെ തുറച്ചു നോക്കി. ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ അരികിൽ വന്ന് അവരെന്നെ മോനെ എന്ന് വിളിച്ചു. അമ്മേ എന്ന് തിരിച്ചു വിളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തോ അവരോട് എനിക്ക് വെറുപ്പാണ് തോന്നിയത്. അവരാണ് എന്റെ അമ്മ. കേട്ടോ ലൂയിസേ, ഈ പള്ളിക്ക് പുറത്തു നിന്ന്, അതായത് ഈ കാനഡയിൽ നിന്നും മറ്റും ഗ്രാന്റ് കിട്ടുന്നുണ്ട്. ഈ ചാരിറ്റീസിന് വേണ്ടിയിട്ടാണ് അധികവും. കൂട്ടത്തിൽ ഇവിടുത്തെ കോൺവെന്റിലെ സിസ്റ്റേഴ്സും അന്തേവാസികളും ചേർന്ന് ഈ ഡോൾസ് ഉണ്ടാക്കുക, എംബ്രോയിഡറി തുന്നുക, അതൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോ ഞാനിവിടെ വന്നതിന് ശേഷം എന്റെ ഒരു താല്പര്യത്തിന്റെ പുറത്ത് അക്കൂട്ടത്തിൽ നമ്മുടെ ചില പാട്ടുകളൊക്കെ കാസറ്റിലാക്കി അങ്ങോട്ട് അയക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ തന്നെയാണ് എഴുതുകയും കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ എങ്ങനെയൊക്കെ ട്യൂൺ ചെയ്താലും അത് ഈ പള്ളിപ്പാട്ടിന്റെ ഒരു സ്റ്റൈലേ ആവും. താൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പരിഷ്കരിക്കാം. തനിക്കതൊരു എക്സ്പീരിയൻസ് ആവും. എന്താ, എന്തു പറയുന്നു? അച്ഛന്റെ ഇഷ്ടം പോലെ. ആ,
അപ്പോഴേ നാളെ മുതല് എന്റെ കൂടെ ലൂയിസും ഉണ്ടാവും ഇവിടെ. എന്താ ആഹാരം വേണമെന്ന് ചോദിച്ചറിഞ്ഞ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് തന്റെ ചുമതലയാണ്. മനസ്സിലായില്ലേ? Cheers.